അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസ് 1-ലെ 3 പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ, അതായത് ഹിസ്റ്ററി എന്ന് പറയുന്ന 1-ാമത്തെ ചാപ്റ്റർ, 2-ാമത്തെ ചാപ്റ്റർ, 3-ാമത്തെ പഠിച്ചില്ല, 4-ാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സോഷ്യൽ സയൻസ് 2-ലേക്ക് വരാം. സോഷ്യൽ സയൻസ് 2-ലെ 1, 2, 4 ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാദ്യം 1-ാമത്തെ ചാപ്റ്റർ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ. ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അതോടൊപ്പം തന്നെ ചെറിയ മാർക്കുകളുടെ ചോദ്യങ്ങൾ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും നിറയെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മാച്ച് ദ ഫോളോയിങ്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, കംപ്ലീറ്റ് ദ ടേബിൾ മുതലായിട്ടുള്ള ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ബേസ്ഡ് ഓൺ ടോപ്പോഗ്രാഫി. India can be divided on the following physiographic divisions. അതായത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായി തരംതിരിക്കാം എന്നൊരു ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുലർ പ്ലാറ്റോ, അതേപോലെ തന്നെ കോസ്റ്റൽ റീജിയൻ. അങ്ങനെ നമുക്ക് ഇന്ത്യയെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം നന്നായി ഒന്ന് നോക്കിയിരിക്കണം. 2 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. അടുത്തതായി വരുന്നത് അതിനെ എത്രയായി തരം തിരിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ്റെ ഭാഗമായിട്ടുള്ള ഡെസേർട്ട് എന്ന് പറയുന്ന ഭാഗം, അതായത് മരുഭൂമി പ്രദേശത്തെക്കുറിച്ചും പ്രത്യേകം ഒന്ന് നോക്കിയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നോർത്തേൺ മൗണ്ടൻ റീജിയനിലോട്ട് വരികയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യത നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ചാണ്, ഉത്തര പർവ്വത മേഖലയെ കുറിച്ചാണ്. അപ്പോൾ ഉത്തര പർവ്വത മേഖല എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു, അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എത്രയാണ്, അതിന് എത്രത്തോളം വിത്ത് ഉണ്ട്, എത്രത്തോളം ഹൈറ്റ് ആണ് ഉള്ളത്, അതിലൂടെ പോകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതെല്ലാമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. അതുമല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കണം. നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് പാമീർ നോട്ട് അഥവാ പാമീർ കെട്ടുകളുടെ പ്രത്യേകത. പാമീർ കെട്ടിനെയാണ് സത്യത്തിൽ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ മേൽക്കൂര എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഈ മൗണ്ടൻസ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഹിമാലയൻ നിരകൾ 3ആയി തിരിഞ്ഞ് പോകുന്നത്. അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ലെങ്ത്ത് മുതലായിട്ടുള്ള കാര്യങ്ങൾ, വിട്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിട്ടുണ്ടാവണം. 1 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോൾഡിങ്ങിനെ കുറിച്ച്, ദ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റ് നോർത്തേൺ മൗണ്ടൻസ് റേഞ്ചസ് ഹാവ് ബീൻ ഫോംഡ് ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. അതായത് ഹിമാലയ പർവ്വതങ്ങൾ ഒരു മടക്ക് പർവ്വതങ്ങളാണ്. അത് ഫലക ചലനങ്ങൾ മൂലം, അതായത് പ്ലേറ്റ് മൂവ്മെന്റ് മൂലം സംഭവിച്ച ഫോൾഡിങ്ങിൽ മടക്ക് പർവ്വതമായി അത് രൂപാന്തരപ്പെട്ടതാണ്. അതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം. കാരണം ഫോമേഷൻ ഓഫ് ഹിമാലയാസ് എന്ന് പറയുന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വന്നേക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നോർത്തേൺ മൗണ്ടൻസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം നോക്കിയിട്ടുണ്ടാവും. നോർത്തേൺ മൗണ്ടൻസിന്റെ പെക്യുലാരിറ്റി എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, ഇനി അതിനെ എത്രയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. നോർത്തേൺ മൗണ്ടൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാരക്കോരം, വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ എന്നിങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ പറയാനുള്ളത് വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, അങ്ങനെയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡിവിഷൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് ചോദ്യം ഇങ്ങനെയായിരിക്കും എക്സാമിന് വരിക. Based on the topographical characteristics, the northern mountains can be divided into 3. What are they? അതായത് ഹിമാലയൻ നിരകളെ 3ആയി തരം തിരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാം? ട്രാൻസ് ഹിമാലയ, അതേപോലെ തന്നെ ദ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയവും ഹിമാലയവും കിഴക്കൻ മലനിരകളും, അങ്ങനെ 3ആയാണ് അതിനെ തരം തിരിച്ചിട്ടുള്ളത്. അത് 3 മാർക്കിന് ചോദ്യം വരാം. അപ്പോൾ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. 1 മാർക്കിനാണെങ്കിൽ ഇത് 3ൻ്റെയും പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് മാത്രം ചോദിക്കാം. സ്വാഭാവികമായിട്ടും എക്സാമിന് വരുന്നത് ഡിവിഷൻ ഓഫ് ട്രാൻസ് ഹിമാലയാണ്. ട്രാൻസ് ഹിമാലയത്തെ എത്രയായി തരം തിരിച്ചിട്ടുണ്ട് അറിയാം. കാരക്കോരം, ലഡാക്ക്, സസ്കർ. അതേപോലെ തന്നെ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് ചോദിക്കുന്ന പോലെ തന്നെ ഹിമാലയത്തെ കുറിച്ചും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിമാലയാസ്?
ഹിമാലയൻ നിരകളെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇവിടെ നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത് ഹിമാദ്രിയുടെ മാത്രം പ്രത്യേകത എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് ഹിമാദ്രി? അപ്പോൾ ഹിമാദ്രി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ചോദ്യം ഒരു മാർക്കിന്റെ, ഗ്രേറ്റർ ഹിമാലയ എന്ന് വിളിക്കുന്നത് ഏത് പ്രദേശത്തെയാണ്? അത് ഹിമാദ്രിയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കണം. ഹിമാദ്രിയുടെ ഉയരം ഏകദേശം ഒരു 6000 ഫീറ്റ് ആണ്, 6100 മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത്. സ്നോ ക്ലൗഡ് മൗണ്ടൻസ് ആണ്, അതായത് മഞ്ഞാൽ മൂടിയപ്പെട്ട ഒരു പ്രദേശമാണ് ഹിമാദ്രി. അപ്പോൾ ഒരു മാർക്കിന് ഹിമാദ്രിയുടെ പ്രത്യേകതകൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹിമാദ്രിയെ പോലെ തന്നെ ഹിമാചലിന്റെ പ്രത്യേകതയും നമ്മൾ നോക്കേണ്ടതുണ്ട്. എന്താണ് ഹിമാചലിന്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഹിമാചൽ ഓൾസോ നോൺ ആസ് ലെസർ ഹിമാലയ. അതിനെ ലെസർ ഹിമാലയ, മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ലെസർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 3000 to 4500 ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിഡ്ത്ത്, ഹൈറ്റ്, അതുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നോക്കിയിട്ടുണ്ടാവണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ശിവാലിക്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ശിവാലിക് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും, ഫോർ എക്സാമ്പിൾ ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് ശിവാലിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു മാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് റീസൺ ഫോർ ഹിമാലയാസ് ഗ്രോയിങ്. ഹിമാലയ മലനിരകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് എന്തുകൊണ്ട് വളരുന്നു? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടെക്ടോണിക് പ്ലേറ്റ്സ് ആണ്, അഥവാ ഭൗമശിലാപാളികളുടെ ചലനമാണ്. അപ്പൊ അത് ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ് വാട്ട് ഈസ് ടെക്ടോണിക് പ്ലേറ്റ്സ്, അഥവാ ഭൗമശിലാപാളികളുടെ ചലനം എന്നാൽ എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻപത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്ലേറ്റുകൾ, അതായത് ഭൂമിയുടെ എർത്ത് ക്രസ്റ്റിന്റെ മുകൾ ഭാഗത്തുള്ള പ്ലേറ്റുകൾ തമ്മിലുള്ള ചലനങ്ങളുടെ ഫലമായി പല തരത്തിലുള്ള ഭൂരൂപങ്ങൾ, ജിയോഗ്രഫിക് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു പ്ലേറ്റ് മൂവ്മെന്റിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ് അഥവാ ശിലാപാളികളുടെ ചലനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നേക്കാം, പ്ലേറ്റ് മൂവ്മെന്റുകൾ എന്താണ്? അതായത് ഫലകചലനങ്ങൾ ഏതെല്ലാമാണ്? 3 തരത്തിലുള്ള ഫലകചലനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഡൈവേർജന്റ് മാർജിൻ, കൺവേർജന്റ് മാർജിൻ, ട്രാൻസ്ഫോം മാർജിൻ. അതായത് വിയോജക സീമകൾ, സംയോജക സീമകൾ, ഛേദക സീമകൾ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് ഒരു 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നേക്കാം. ഇത് ഓരോന്നും വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് കൺവേർജന്റ് മാർജിൻ? അതായത് 2 മാർജിനുകൾ, 2 പ്ലേറ്റുകൾ തമ്മിൽ പരസ്പരം അടുക്കുന്നതിനെയാണ് നമ്മൾ കൺവേർജന്റ് മാർജിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചോദ്യം വന്നേക്കാം, എന്താണ് ഡൈവേർജന്റ് മാർജിൻ? 2 പ്ലേറ്റുകൾ തമ്മിൽ അകലുകയാണെങ്കിൽ, 2 ഫലകങ്ങൾ തമ്മിൽ അകന്നു പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുന്ന പേരാണ് ഡൈവേർജന്റ് മാർജിൻ. എന്താണ് ട്രാൻസ്ഫോം മാർജിൻ? അതായത് 2 പ്ലേറ്റുകൾ തമ്മിൽ അകലുന്നുമില്ല, അടുക്കുന്നില്ല, പകരം ഉരസി അത് കടന്നു പോകുമ്പോൾ അതിനെ പറയുന്നതാണ് ട്രാൻസ്ഫോം മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അവയുടെ ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു ചോദ്യത്തിൽ വന്നേക്കാം. അപ്പോൾ വെസ്റ്റേൺ ഹിമാലയത്തെ എത്രയായി തരം തിരിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇത് എന്താണ് എന്നുള്ളത് 1 മാർക്കിന് ചോദ്യം വരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് വെസ്റ്റേൺ ഹിമാലയത്തില് കാശ്മീർ ഹിമാലയത്തിന്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. കാരണം 1 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. കാരണം ഇവിടെ കാണപ്പെടുന്ന തടാകങ്ങള്, ഇവിടെ കാണപ്പെടുന്ന നദികള്, ഇവിടെ കാണപ്പെടുന്ന മറ്റ് ഭൂപ്രദേശങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ ലഡാക്ക് എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിന്റെ ആൻസർ കാശ്മീർ ഹിമാലയ ആണ്. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശങ്ങൾ നോക്കിയിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ചുരങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ശ്രീനഗർ, ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമുള്ള ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന കൊടുമുടി പീക്ക്, ഹയസ്റ്റ് പീക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ സിയാച്ചിൻ മലനിരകൾ എവിടെയാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഓരോ പ്രദേശങ്ങളും, കാശ്മീർ ഹിമാലയത്തിൽ ഓരോ സ്ഥലങ്ങളും നദികളും നോട്ട് ചെയ്തിരിക്കണം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഹിമാചൽ ഹിമാലയത്തിലേക്ക് വരികയാണെങ്കിലും അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്.
ചിനാബ്, രവി പോലെയുള്ള ബിയസ് പോലുള്ള നദികൾ ഏതിലൂടെയാണ് ഒഴുകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഹിമാചൽ ഹിമാലയാസിലെ ഓരോ സ്ഥലങ്ങൾ, ഓരോ ചുരങ്ങൾ, അതേപോലെ തന്നെ ഓരോ തടാകങ്ങൾ, ഓരോ വാലീസ്, അതിന്റെ പേരുകൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് അവിടെ വന്നേക്കാം. ഉത്തരാഖണ്ഡ് ഹിമാലയവും അങ്ങനെ തന്നെയാണ്. അവിടെ കാണുന്ന സ്ഥലം, ഇപ്പൊ കേദർനാഥ്, ബദ്രിനാഥ് പോലുള്ള സ്ഥലങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ റിവർ ഖാളി മുതലാണ് അത് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഉത്തരാഖണ്ഡ് ഹിമാലയത്തെയും ഹിമാചൽ ഹിമാലയത്തെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു മാച്ച് ദ ഫോളോയിങ്ങും ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഹിമാലയത്തിന്റെ പ്രത്യേകത എന്താണ്? സെൻട്രൽ ഹിമാലയത്തിന്റെ ഓൾറെഡി നമ്മൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം ഉത്തരാഖണ്ഡ് ഹിമാലയത്തെയോ അല്ലെങ്കിൽ മറ്റു ഹിമാലയത്തെ കണക്ട് ചെയ്യുന്ന പോലെ ഇവിടെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും നിങ്ങൾ ഈ ഒരു ഭാഗം വായിക്കാതെ പോകാൻ പാടില്ല. ഈസ്റ്റേൺ ഹിമാലയത്തിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്താണ്, ഇവിടെ എത്രയായാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ബ്രഹ്മപുത്ര നദി, ഇതിലൂടെ പോകുന്ന ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെ അറിയപ്പെടുന്നത് അല്ലെ, ഇതിന്റെ ഹൈറ്റ് എത്രയാണ്, ഇതിനെ എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേജ്, അതായത് ഈസ്റ്റേൺ ഹിമാലയത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ ഹിമാലയസ്. പൂർവാചൽ ഹിമാലയാസ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഇവിടത്തെ പ്രധാനപ്പെട്ട കുന്നുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതായത് പ്രത്യേകിച്ച് മീസോ ഹിൽസ്, നാഗ ഹിൽസ്, പട്കായ് ബും മുതലായിട്ടുള്ള കുന്നുകളും പൂർവാചൽ ഹിമാലയത്തിലാണ് കാണുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്നും നമ്മുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ സയൻസ് 2മായി ബന്ധപ്പെട്ട് ഏതൊരു പാഠഭാഗങ്ങളും കടന്നു പോകുമ്പോൾ ആ പ്രദേശത്തിന്റെ ക്ലൈമറ്റ്, കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നിങ്ങൾ നന്നായി നോക്കിയിട്ടുണ്ടാവണം. അവിടെ ലഭിക്കുന്ന ആനുവൽ റെയിൻഫോൾ എന്താണ്? ഇപ്പൊ ഈ ഒരു പ്രദേശത്തേക്കൊക്കെ വരികയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗണ്ട് സിൻറാം ഒക്കെ ഇവിടെയാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് 1 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇനി അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ്, ഇവിടുത്തെ നദികളുടെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ നദികളുടെ പ്രത്യേകതകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടുത്തെ നദികൾ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയാണ്. ഈ നദികൾ എന്ന് പറയുന്നത് അത് ഒരു എന്താ പറയാ പെരിനിയൽ റിവേഴ്സ് ആണ്. അതേപോലെ തന്നെ അത് സ്നോ ഫീഡാണ്, അതായത് മഞ്ഞാൽ ഇവിടെ ഒഴുകുന്നുണ്ട്. അതേപോലെ തന്നെ മഴ ലഭിക്കുമ്പോഴും ഇവിടുത്തെ, അതായത് ഒരു വർഷം മുഴുവൻ ഒരേ ലെങ്ത്തിൽ ഒരേ ഫോഴ്സിൽ ഒഴുകാൻ കഴിവുള്ള നദികളാണ് ഇവിടുത്തെ നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ നദികളുടെ പ്രത്യേകതകൾ നോക്കിയിട്ടുണ്ടാവണം. ആ നദികളും അവയുടെ ട്രിബ്യൂട്ടറീസും പോഷക നദികളെ കുറിച്ചും നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടാവണം. അതിന്റെ നീളം, ഇപ്പൊ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയുടെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അത് ഷുവർ ആയിട്ടും കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇത് കടന്നു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ മണ്ണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത്. മൗണ്ടൻ സോയിലും ഫോറസ്റ്റ് സോയിലും. അതായത് മലകളിൽ കാണപ്പെടുന്ന പർവ്വത മണ്ണും അതേപോലെ തന്നെ കാടുകളിൽ കാണുന്ന വനമണ്ണുമാണ് ഇവിടെ ധാരാളമായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷൻസ് എന്താണ് ഇവിടെ കാണപ്പെടുന്ന, എങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന പൈൻ അല്ലെങ്കിൽ ദേവദാരു പോലെയുള്ള മരങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജൂനിപ്പർ, വളരെ ഉയരം കുറഞ്ഞ സസ്യജാലങ്ങൾ, ജൂനിപ്പർ, അങ്ങനെയുള്ള ഇവിടുത്തെ നാച്ചുറൽ വെജിറ്റേഷൻ നോക്കിയിട്ടുണ്ടാവണം. നാച്ചുറൽ വെജിറ്റേഷൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ വന്യജീവി സമ്പത്ത് അഥവാ വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് വായിക്കുന്നതിനോടൊപ്പം ഇതിനോട് ചേർത്ത് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം അതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇവിടെ കാണപ്പെടുന്ന വൈൽഡ് ആനിമൽസ് ഏതെല്ലാമാണ് എന്നുള്ളതൊരു കാര്യമാണ്.
ഇവിടുത്തെ ആനിമൽ റെയറിങ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലായിട്ടും ഈ പറയുന്ന ആടുകളാണ്. ആട്, ഗോട്ട്, കാറ്റിൽസ് ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന അതിൻ്റെ ഹോഴ്സ്, കുതിരകളെയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആനിമൽ റെയറിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഒന്ന് വായിച്ച് പോയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ കൃഷി എങ്ങനെയുള്ളതാണ്. പ്ലെയിൻസിലെ പോലെ, സമതലങ്ങളിലെ പോലെയോ പ്ലാറ്റൂസിലെ പോലുള്ള ഒരു കൃഷിയല്ല, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് ഇവിടെ ഉള്ളത്. എങ്കിൽ പോലും ഇവിടെ ഈ പറയുന്ന പോലെ നെല്ല്, പാഡി, അതേപോലെ തന്നെ പൊട്ടറ്റോസ്, ബാർലി അതേപോലുള്ള കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ തോതിലാണെങ്കിലും ഇവിടെ വീറ്റും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ടൂറിസമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിസം എന്ന് പറയുന്നത് പിൽഗ്രിമേജ് ആണല്ലോ. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ പറയുന്ന കൈലാസവും മാനസരോവരവും അല്ലെങ്കിൽ ബദരിനാഥും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കാശ്മീർ, കുളു, മണാലി, ഷിംല, ഡാർജിലിംഗ്, ശ്രീനഗർ പോലെയുള്ള മോഡേൺ ടൂറിസവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കി പോകേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വലിയ ചോദ്യങ്ങളെക്കാൾ ഉപരി ചെറിയ ചോദ്യങ്ങൾക്കാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ പ്രസക്തി ഉള്ളത് എന്ന് നിങ്ങൾ